സിന്ദാബാദ് 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 ആരെയും അട്ടിമറിക്കാനല്ല ആരെയും അട്ടിമറിക്കാനല്ല ആരെയും അട്ടിമറിക്കാനല്ല ആരെയും അട്ടിമറിക്കാനല്ല ആരെയും അട്ടിപ്പൊക്കാനല്ല ആരെയും അട്ടിപ്പൊക്കാനല്ല എസി റൂമിൽ ഉറങ്ങാനല്ല എസി റൂമിൽ ഉറങ്ങാനല്ല എസി റൂമിൽ ഉറങ്ങാനല്ല എസി റൂമിൽ ഉറങ്ങാനല്ല പട്ടിണി മാറ്റാനാണ് ഈ സമരം പട്ടിണി മാറ്റാനാണ് ഈ സമരം പട്ടിണിയാണ് പട്ടിണിയാണ് ഇന്നലെ കൂടെ ഉണ്ടായിരുന്നല്ലേ ഇത്ര പെട്ടെന്ന് പോകുന്നു വിചാരിച്ചില്ലല്ലോ ഈശ്വര. ഇത്രയൊക്കെ ഉള്ളു ശ്യാമളെ നമ്മളെയൊക്കെ ജോലിയുടെ കാര്യം. സാറേ കരയണത് കണ്ട അല്ല ഇത് എന്താ സത്യശീല ഞാൻ പെൺകുട്ട കാണിച്ചേ കാണിച്ചു തന്നോ? എംപാനിൽ കയറായിട്ടുള്ള ഞങ്ങളുടെ മെമ്മോ തന്നിട്ട് എത്രയും പെട്ടെന്ന് പിരിഞ്ഞു പോക്കെന്ന് പറഞ്ഞാല് ഞങ്ങൾ എവിടേക്ക് പോകുന്ന ഈ പറയുന്നത് നിങ്ങള്? കഷ്ടമാണ് സാറേ കഷ്ടം. അല്ല ഇത് എന്റെ തീരുമാനമല്ലോ, ഇത് സർക്കാർ ഉത്തരവില്ല. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തേ? സാറേ 10 കൊല്ലമായി ഇവിടെ കിടന്ന് പട്ടി പണിയെടുക്കും പോലെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നിങ്ങൾ ഒരു രാത്രി കൊണ്ട് കരയപ്പല പോലെ വലിച്ചടിച്ച് കളഞ്ഞല്ല ഞങ്ങളെ. അല്ല ഞാൻ പറയട്ടെ, ഞാനിപ്പോ എന്താ ചെയ്യാ? ഇതൊരു സർക്കാർ സ്ഥാപനമാണ്, ഇത് കോടതി ഉത്തരവാണെന്ന്. ഇന്ന് 11 മണിക്ക് മുമ്പ് നിങ്ങൾ എംപാനലുകാരെ ഇവിടുന്ന് ഒഴിവാക്കണം എന്നുള്ളത്. ഞങ്ങളിനി എന്ത് ജോലിക്കോ കരയാണ്ട് നിൽക്ക് നീ. ശ്യാമളെ കരയില്ലേ? കരയാതെ നിൽക്കൂ നമ്മളെ. അതെ അത് നിങ്ങൾ പറയരുത്. കരയരുതെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. പണി കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കരയരുതെന്നാ. നീ കര ശ്യാമളെ കര. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊരു സർക്കാർ സ്ഥാപനം അത്. അല്ലാണ്ട് നമ്മൾ ഇവിടെ കുടുംബത്തിൽ നിന്ന് പാർട്ട്ണർഷിപ്പ് കഴിഞ്ഞ് നിങ്ങൾ ഒഴിവാക്കി വിടുന്നല്ലോ. ഞാൻ എന്ത് ചെയ്യുന്ന നിങ്ങൾ പറഞ്ഞത്? സാറേ ഇന്ന് സ്ഥിരമാക്കും, നാളെ സ്ഥിരമാക്കും, മറ്റന്നാക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 10 ഞങ്ങളുടെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിക്കണത്. 10 കൊല്ലമായിട്ട് പണിക്കുന്ന ആളാണ് ഇയാള്. 9 കൊല്ലമായിട്ട് ഞാൻ 3-4 കുട്ടികളുണ്ട്, പെൺകുട്ടികള്. കല്യാണം കഴിച്ചു നോക്കണ്ടേ? അല്ല ഇതൊക്കെ ഇപ്പൊ ഞാൻ ഏറ്റെടുക്കണോ? എന്തൊക്കെ വർത്താനങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കണത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് കോടതി ഉണ്ട്, സർക്കാരുണ്ട്, യൂണിയൻ ഉണ്ട്, അവരോടൊക്കെ ഒന്ന് പോയി പറയും. എന്റെ നെഞ്ചത്ത് കയറാണ്ട് പറയുന്നുണ്ട്. ഞങ്ങൾ അസലായിട്ട് പറയുന്നുണ്ട്. കണ്ടോളൂ നിങ്ങള്, സമരമൊക്കെ വരാൻ പോകുന്നുണ്ട്. സാറ് നോക്കിക്കോ, സമരത്തിന്റെ തീജ്വാലകളായിരിക്കും ഇനി വരാൻ പോണത്. സാറ് നോക്കിക്കോ, ആ തീജ്വാലയില് സാറ് വെന്ത് ഉരുകി അളിഞ്ഞ് ചളിഞ്ഞ് ചപ്പലയായി ചീഞ്ഞ് ചമ്മന്തിയായി പോകും. സാറ് മുടിഞ്ഞു പോകും. ഈ സ്ഥാപനം മുടി. സത്യ അത് വേണ്ട. നമ്മൾ കുറെ ദിവസം ചോറ് നിന്നല്ലേ കൂറ് കാണിക്കണം, അത് വേണ്ട. എന്നാ സാറ് മുടിഞ്ഞു സാറേ എന്ത് ഇവരൊക്കെ ഇങ്ങനെ? ഞാൻ എന്ത് തെറ്റ് ഇവരോട് ചെയ്തേ? ശരിയാവുന്നില്ല. വരവ് കമ്മിയാണല്ലോടോ. വരവ് കമ്മി തന്നെ, പൈസ കിട്ടണ്ടേ? അതെ, 10 ദിവസം കൊണ്ട് എല്ലാ മെമ്പർഷിപ്പും പിരിക്കണം. ഫണ്ടില്ല നമുക്ക്. ഇല്ല സാറേ, ഒരു 2 റെസീറ്റ് ബുക്ക് കാണുന്നേ ഇല്ല. റെസീറ്റ് ബുക്ക് കാണുന്നില്ല സാറേ. സാറെടുത്തിനാ? ഞാൻ അങ്ങനെ എടുക്കുന്ന, ഞാൻ കണക്ക് തന്നെ എല്ലാം തന്നല്ലേ. അല്ല കാണുന്നില്ല. എൻ്റെ പൈസ ഇപ്പം എന്താക്കണ്ട്? അതെ, റെസീറ്റ് ബുക്ക് കാണാണ്ടോ ഇല്ലെന്ന് എനിക്കറിയണ്ട. എന്റെ കയ്യിൽ നിന്ന് മേടിച്ച റെസീറ്റ് ബുക്കിന്റെ മുഴുവൻ പൈസ എനിക്ക് ഇവിടെ കിട്ടണം. അയ്യോ സാറേ, ഞാൻ എന്നാക്കട്ടെ? സാറേ എങ്ങനെ ഇങ്ങ് തിരിമറിയാക്കാൻ പറ്റുമോ? എടോ, ഇങ്ങനെ തിരിമറി ഇതാണ് നമ്മുടെ യൂണിയൻ ഇങ്ങനെ ആയത്. ഇനി ഇവിടെ തിരിമറി നടക്കില്ല. ഇനി നടക്കൂല. അയ്യോ പണി പോയവരാണ്. അതെ സാറേ, ഇത് എന്താണ് കഥ? അല്ല ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം വേഗം എടുക്കണം. ഉണ്ടല്ലോ, നമ്മൾ തീരുമാനം എടുത്തോണ്ടിരിക്കുകയാണല്ലോ. എന്തെടുക്കണേ? നിങ്ങൾ വെറുതെ ഡയറിയും കഷത്ത് വെച്ച് തിരുവനന്തപുരത്തേക്ക് പോവാ തിരിച്ചു വരാ, വീണ്ടും പോവാ തിരിച്ചു വരാ. തിരിച്ചു വരാനാണ് പിന്നെ നിങ്ങൾ എന്തിനാ പോണത്? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. സാറ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ, ട്രാൻസ്പോർട്ടിലെ. ഇന്ന് വരെ 5 പൈസയുടെ പണി നിങ്ങൾ എടുത്തിട്ടില്ലല്ലോ. എടുത്തിട്ടാ. സാറിന് എടുക്കാൻ സമയം വേണ്ടേ? നിങ്ങൾക്ക് വേണ്ടി ഓടിച്ചാടി നടക്കല്ലേ സാറ്? പിന്നെ ഓടിച്ചാടി നടക്കുന്നു. സത്യശീലി ഇരിക്കേ, ശ്യാമള ഇരിക്കേ. ചായനം പറയാം. നിങ്ങൾ അങ്ങനെ പറയും. നിങ്ങളുടെ കാര്യം സംസാരിച്ച് ശരിയാക്കാൻ വേണ്ടി ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് പോയിരിക്കാണ്. എപ്പം പോയി ഞാൻ അറിയാണ്ട് തന്നോട് പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്യാൻ. തിരുവനന്തപുരത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. സുഗതൻ സാറേ മതി, നിങ്ങൾ തിരുവനന്തപുരത്ത് പോയടത്തോളം മതി. നിങ്ങൾ തിരുവനന്തപുരത്ത് പോയാണ് കാര്യങ്ങളൊക്കെ ചളവളായി ചപ്പളിയായി ഞങ്ങൾ ഈ പരുവത്തിലായത്. സാറ് ഞങ്ങളോട് ചെയ്യുന്നു വിചാരിച്ചില്ല സാറേ. നമ്മളോടെ സാറിന് ഇത് ചെയ്യാൻ പറ്റൂ?
ശ്യാമള അതിനെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്? അതാ എന്താ ഈ പറയണത് നോക്ക്. വിഷമിക്കണത് എന്തിനാണോ? ഞങ്ങളുടെ ജീവിതം വെച്ചിട്ടാണ് ഈ കളിക്കണത് സാറേ. അല്ല, ഞാൻ ഉദ്ദേശിച്ച അതല്ല. നമ്മൾ ഭരിക്കുന്നത് ഒരു ജനകീയ സർക്കാരല്ലേ, എല്ലാം ശരിയാവും. ശരിയായിക്കൊണ്ടിരിക്കുന്നു. ശരിയാക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി, വർഷം തീരാറായി. ശരിയാക്കാം. സാറ് ഞങ്ങൾ എംബാലുകാരല്ല, സ്ഥിരം ജീവനക്കാരെ രക്ഷിക്കാൻ വേണ്ടി നടക്കല്ലേ? അതല്ല ശ്യാമളെ, ഞാനൊന്ന് പറയട്ടെ. പറയണ്ട. അല്ല, ഞാൻ പറയട്ടെ. പറയണ്ട. ശ്യാമള ഒന്നും മിണ്ടായിരിക്കും. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ നമ്മളെങ്ങനെ അറിയും? കാര്യങ്ങൾ അറിയാനല്ലേ നമ്മളൊന്ന്. ഇയാൾ പറ. സാറ് പറ. നിങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി സുപ്രീം കോടതി പോവാനാണ് എന്റെ തീരുമാനം. ആ സുപ്രീം കോടതി പോകുന്നുണ്ടാ? യാ കള്ള എന്നോട് പറഞ്ഞ. അതെ, നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഏത് സമരമുറ വേണമെങ്കിലും ഞാൻ സ്വീകരിക്കും. ചിലപ്പോൾ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ വരെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും. ഒരു പ്രാന്തനെ പോലെ. അതെ സുഗതൻ സാറേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ എംപാനലുകാര് വെളുക്ക കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ചെയ്യണത് ഇവിടെ? നിങ്ങളൊക്കെ നൈസ് പണിയും കടുത്ത ശമ്പളം വാങ്ങിച്ചോണ്ട് സൂചിച്ചിരിക്കുകയാണ്. എന്തെന്നാണ് സത്യേട്ടാ നമ്മളെ ഭാഷ പറയണതിന്? അലുവാപ്പണി. സുഗതൻ സാറൊന്ന് ആലോചിച്ച് നോക്കിയേ സാറേ. ഞങ്ങളുടെ ജോലി സ്ഥിരപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുമ്പോ ഞങ്ങൾ പിരിവ് തന്നു. സമരത്തിന് ഇറങ്ങാൻ പറയുമ്പോഴത്തേനും കോടിയും തോരണവും പിടിച്ച് ഞങ്ങൾ സമരത്തിന് ഇറങ്ങും. നിങ്ങളുടെ ആട്ടത്തിനൊക്കെ ഒന്ന് തുള്ളി അവസാനം ഞങ്ങളെ വഴിയാതരാക്കില്ലേ സാറേ, പറ്റിച്ച്. അത് ശ്യാമള അങ്ങനെ പറയരുത്. ഞങ്ങൾ യൂണിയൻ ഇടപെട്ടില്ല, ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കോടതി വരെ നമ്മൾ കയറി ഇറങ്ങിയില്ലേ? എന്താ സാറ് പറയണത്? കോടതിയിൽ ഓരോ സമയത്തും ഓരോന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരുവത്തിലായി പോയത്. നമ്മളിപ്പോ നാളെ കളരി പോലെ ആയി, ആരുമില്ല ചോദിക്കാനും പറയാനും. ഇതെന്താ അറിയോ സത്യശീല, ഇതെല്ലാം മാനേജ്മെന്റിന്റെ കുഴപ്പമാണ്. നമ്മൾ പുതിയ സമരമുറകളുമായി മാനേജ്മെന്റിനെ മുട്ടുകുത്തിക്കും. എന്റെ സാറേ, മാനേജ്മെന്റ് സർക്കാരിന്റെ കീഴിലാണ്, യൂണിയൻ സർക്കാർ ഭരിക്കുന്ന പാർട്ടിയുടെ കീഴിലാണ്. എന്തിനാ വെറുതെ ഈ നാടകം കളിക്കാൻ? അങ്ങനെ പറയാം. യൂണിയൻ എന്നും തൊഴിലാളികളുടെ പക്ഷത്താണ്. തൊഴിലാളികൾക്ക് വേണ്ടി ഏത് രീതിയിലുള്ള സമരമുറകൾ വേണമെങ്കിലും യൂണിയൻ നടത്തും. സാറേ, നിങ്ങൾ എന്താണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? വെറുതെ ഈ 10,000 ആളി വെച്ചിട്ട് എന്ത് സമരമുറ ഉണ്ടാക്കുന്ന എനിക്ക് മനസ്സിലാവില്ല. വേണമെങ്കിൽ ഒരു ഹർത്താൽ നമ്മ ഇരുന്ന് വെറുതെ പറഞ്ഞാൽ മതി, ആരെങ്കിലും നടത്തിക്കോളൂ. നീ വെറുതെ പറയണം നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഇതിലും വലിയ അവകാശങ്ങൾ പല സമരമുറകളിലൂടെ യൂണിയൻ ഇടപെട്ട് നേടിയെടുത്തിട്ടുണ്ട്. സുഗതനല്ലേ പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് വെക്കോ. സാറേ, ഭയങ്കര വിഷമമുണ്ട് സാറേ, വേറെ പണിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ്. സത്യം പറയാം സാറേ, അറിയാന്നുള്ളൊരു പണി തുടങ്ങി മണിയടിയാണ്. ഇപ്പൊ കുറെ അത് കിട്ടാത്തോണ്ട് ഉറക്കം പോലും ഇല്ല. നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ അവകാശം നേടിയെടുക്കുന്നത് വരെ സമരം ചെയ്യും. നമ്മൾ ആരും വഴിയാതാരാവില്ല. പ്രതീക്ഷയില്ല. പ്രതീക്ഷ കൈവിടരുത്. നമ്മൾ സമരമുറയുമായി മുന്നോട്ട് പോകും. ജോലി പോണവനെ എന്റെ വിഷമം അറിയാൻ പറ്റുള്ളൂ. പാവങ്ങളാണ്, അത് പറയുന്നതിൽ കാര്യമുണ്ട്. എന്താ 2-2.5 വർഷം ജോലി ചെയ്തിട്ട് സ്ഥിരാവുന്ന കരുതി പെട്ടെന്നുള്ള ജോലി പോകുമ്പോൾ ആർക്കായാലും വിഷമം ഉണ്ടാവും. പിന്നെ എന്റെ വിഷമം അപ്പൊ അതല്ല. എന്താ? ഇവരാകുമ്പോ ജോലി പോകും, അത് ഇത് പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് നമ്മുടെ യൂണിയന് കുറെ പൈസ കിട്ടി. ഇനിയിപ്പോ സ്ഥിരം തൊഴിലാളികളാ വരുന്നത്. അയ്യോ, അവരുടെ എങ്ങനെ? അല്ല, നമ്മ പണിയെടുക്കേണ്ടി വരുവാ? പുതിയ ആൾക്കാർ വന്നാൽ നമ്മളെ പണിയെടുപ്പിക്കുമെന്ന് സുഗതനെയാണോ പഠിപ്പിക്കുന്നത്? അല്ല, പുതിയ ആൾക്കാരൊക്കെ വന്നൊന്ന് പരിചയപ്പെട്ട് വരണ്ടേ? അപ്പോഴേക്കും പുതിയ അവകാശങ്ങളും കാര്യങ്ങളായിട്ട് നമ്മൾ അവരെ ചാക്കിട്ട് പിടിക്കൂലേ? നമ്മൾ ചില സമരങ്ങൾ നടന്നോട്ടി കൊടുക്കും. വരുന്നവരൊക്കെ നമ്മുടെ യൂണിയനിലാക്കാൻ നോക്കുക. അടുത്ത നമ്മുടെ പണി അതാണ്. അത് മോശം, നല്ല പരിപാടിയാണ്. നിങ്ങളൊരു ബുദ്ധിമാനല്ലേ? മറിമായം